ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കഫ്താൻ അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. മദ്രസയൊക്കെ തുറക്കുമല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അബായയാണിത്. ഒരുപാട് മെറ്റീരിയലിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും കഴിയും. കുറഞ്ഞ ചിലവിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു 5 ഇയേഴ്സ് 6 ഇയേഴ്സ് ഒക്കെ ഉള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. മദ്രസയിൽ ആദ്യമായിട്ട് ചേർക്കുന്ന കുട്ടിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 6 വയസ്സുള്ള കുട്ടിക്കുള്ള അളവിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന. ആ അളവുകളാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രായത്തിനനുസരിച്ച് അളവുകളിലെല്ലാം വ്യത്യാസം വരും. ലെങ്തിനനുസരിച്ചാണ് വ്യത്യാസം വരുന്നത്. ലെങ്തും പിന്നെ സ്ലീവ് ലെങ്തും ആണ് നമുക്ക് വ്യത്യാസം വരുന്നത്. ഞാനിവിടെ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ആദ്യം ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് 34 മടക്കി ഇട്ടിട്ട് 33.5 ഇഞ്ച് 33.5 ലെങ്ത് വരുന്നത്. അപ്പം നമ്മൾ ലോക്ക് ചെയ്യാനും കൂടെ ഒക്കെ ആയിട്ട് 34 നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആ രീതിയിൽ ഇതുപോലെ മടക്കിയിട്ടിട്ട് 34 നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഷോൾഡർ ഒന്നും അടിക്കുന്നില്ല. അപ്പോൾ ഒരു 1/2 ഇഞ്ചോളം മതി. നമുക്ക് താഴത്തെ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ മാത്രം മതി. അതിൽ കൂടുതലൊന്നും വേണ്ട. നമുക്കിവിടെ ഷോൾഡർ എത്രയാണെന്ന് നോക്കാം. ഷോൾഡർ ഇവിടെ ഒന്ന് അളന്ന് നോക്കാം. അതിൻ്റെ കൂടെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കട്ടിങ്ങൊന്നുമില്ല. നമുക്ക് അതിൻ്റെ കൂടെ സ്ലീവിൻ്റെ ലെങ്ത് കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഷോൾഡർ ഞാനിവിടെ 5.5 5.5യുടെ കൂടെ 13.5 സ്ലീവ് ലെങ്തും നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുള്ള മെറ്റീരിയലാണ് ഫുൾ ഇവിടെ ഉള്ളൂ. ഈ വീതി വരുന്നത് 4ആയിട്ട് മടക്കിയിടുമ്പം വീതി വരുന്നത് 4ആയിട്ടല്ല 2ആയിട്ട് മടക്കുമ്പം മെറ്റീരിയൽ 2ആയിട്ട് 44 ഇഞ്ച് വീതിയുടെ മെറ്റീരിയലാണ്. അപ്പം നമുക്ക് അത്രയും ആണ് കിട്ടുന്നത്. പിന്നെ വലിയവർക്കൊക്കെ ആണെങ്കിൽ 60 ഇഞ്ച് വീതിയുടെ മെറ്റീരിയലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് 6 വയസ്സുള്ള ഗേളിനായിട്ട് 44 ഇഞ്ച് വീതിയുടെ മെറ്റീരിയൽ മതി. അപ്പം നമ്മൾ ഇവിടെ നെക്കിനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒരേപോലെയാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ലെങ്ത് 3.5 വിഡ്ത്ത് 1.5 ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1.5 1.25 എടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കാം. 3 മതി, 3 3.5 മതി. അന്നേരം നമുക്കിതുപോലെ വളച്ച് വരച്ച് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ സൈഡിൽ നിന്നും ഒന്ന് വരച്ച് കൊടുത്ത് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഒന്ന് വളച്ച് റൗണ്ട് പോലെ ഇതുപോലെ വളച്ച് കൊടുക്കുക. ഇതുപോലെ റൗണ്ട് പോലെ വരച്ച് കൊടുക്കണം. നമുക്കിതുപോലെ വരച്ചിട്ട് നമുക്കതും കട്ട് ചെയ്താൽ മാത്രം മതി. വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുക. താഴ്ഭാഗം എത്തുമ്പോഴത്തേക്കും പോലെ വരുന്ന രീതിയിൽ നമ്മൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം നമുക്ക് പിന്നെ കട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇന്നറാണ്. പിന്നെ ഇന്നറിൽ നമ്മൾ നോർമൽ അബായ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ കിഡ്സിനായതുകൊണ്ട് ഞാൻ ലെങ്ത് അനുസരിച്ച് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് നമുക്കൊരു കുറച്ച് മെറ്റീരിയൽ ഇതുപോലെ മടക്കി വയ്ക്കുക. 4ആയിട്ട് മടക്കി വയ്ക്കുക. ഒരു സൈഡിൽ കുറച്ച് ബാലൻസ് വരും. നമുക്ക് എത്രയാണോ വിഡ്ത്ത് ആവശ്യം അതനുസരിച്ച് നമ്മൾ മടക്കി വെച്ചാൽ മതി. താഴത്തെ വിഡ്ത്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ താഴെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഒരു 11 വരാൻ 10 എടുത്തിരിക്കുന്നത്. ഒരുപാട് വിഡ്ത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നർ ആയതുകൊണ്ട് നമ്മൾ അബായ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുമ്പോൾ പുറത്തേക്ക് നിൽക്കരുതും. ഇന്നർ കാണാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്, ഒരുപാട് കാണാത്ത രീതിയിൽ. അപ്പം നമ്മൾ ഇതുപോലെ സാധാരണ നോർമൽ 5.5 ഇഞ്ച് ഷോൾഡർ എടുത്ത് കൈക്കുഴി 5.5 ഇഞ്ച് എടുത്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വളച്ച് വരച്ച് കൈക്കുഴിയൊക്കെ വരച്ച് കൊടുത്ത് ബ്രസ്റ്റ് അളവ് അടയാളപ്പെടുത്തി ഇതുപോലെ താഴേക്ക് നമ്മൾ നോർമൽ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്താൽ മതി. താഴ്ഭാഗം വരുമ്പോൾ ഒന്ന് വളച്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പിന്നെ സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. സ്ലീവ് നമുക്കിവിടെ കട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ആ അബായയുടെ മെറ്റീരിയലിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നെക്ക് അതേ അളവിൽ തന്നെ നമുക്ക് എടുത്തിട്ട് വേണം ഇവിടെ കട്ട് ചെയ്യാനായിട്ട്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇറക്കിയിട്ട് വേണം. ബാലൻസ് എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കേണ്ടത്
നമുക്ക് സ്ലീവാണ്. സ്ലീവ് നമുക്കിവിടെ കട്ട് ചെയ്യാൻ. സ്ലീവ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇപ്പോൾ 4 പീസാവും, 4 മടക്കി കഴിയുമ്പോഴത്തേക്കും ഒരു മടക്ക് അവിടെ ഉണ്ടല്ലോ, പിന്നെ നമ്മളൊന്നുകൂടി മടക്കുമ്പോൾ 4 പീസ് മടക്ക് വരും. എന്നിട്ട് നമുക്കിവിടെ താഴത്തെ എത്രയാണോ ലെങ്ത് വേണ്ട അത് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് കൈക്കുഴിയൊക്കെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് താഴത്തെ അളവും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഒരു 4.5 വരാൻ പാകത്തിന് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതുപോലെ വളച്ച് വരച്ച് കൊടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ലെങ്ത് നമ്മളിവിടെ 13.5 എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. കട്ടിങ് ഇത്രയേ ഉള്ളൂ. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇതുപോലെ ഷോൾഡർ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നെക്കൊന്നും നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. നെക്ക് ഏറ്റവും അവസാനം മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അതേ സ്ലീവിൻ്റെ താഴ്ഭാഗം ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട്. നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന തൊട്ട് അത് ഞാനിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഷോൾഡർ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്ലീവ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിലിതുപോലെ വെച്ചിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ച് സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. 2 സ്ലീവും 2 സൈഡിലും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. 2 സ്ലീവും ഞാനിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ സ്ലീവിൻ്റെ സൈഡിൽ കൂടി നമ്മൾ നോർമലായിട്ട് ടോപ്പൊക്കെ അബായൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ മടക്കി സ്ലീവ് ഒന്ന് മടക്കി കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എത്രയാണോ വിഡ്ത്ത് സ്ലീവിനൊക്കെ വേണ്ടത് അതനുസരിച്ച് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2ആയിട്ട് സ്ലീവ് മടക്കി കൊടുക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നിന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യാതെ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതിനാണ്. നെക്ക് നമ്മൾ അവസാനമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് ഞാൻ അവസാനം കാണിച്ചു തരാം. നമ്മൾ അവസാനത്തെ ഇതാണ് നെക്ക്. നമ്മൾ സാധാരണ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന അബായൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആദ്യമാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൽ ഞാൻ നെക്ക് ആദ്യമല്ല ഏറ്റവും അവസാനമാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ 2 സ്റ്റിച്ചിങ്ങൊക്കെ കൊടുത്ത് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സൈഡും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം താഴ്ഭാഗം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരികത്ത് കൂടി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 സ്റ്റിച്ചിങ് ഒഴിച്ച് കൊടുക്കാം. അബായയുടെ താഴ്ഭാഗത്ത് ഉള്ളിലുള്ള മെറ്റീരിയലാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇന്നറാണ്, ഔട്ടറല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. ഇന്നർ സ്റ്റിച്ച് ചെയ്തിട്ട് തീരുവാണ്. ഇന്നർ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ടർ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ താഴ്ഭാഗം ചുറ്റിനും നമ്മളിതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അരികിൽ കൂടി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ അരികത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ബാക്കി ഫിനിഷിങ്ങിൽ തന്നെ ഇരിക്കും. ഒരു പൊളച്ചിലൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മളിനി ഇപ്പം ഇന്നറിൻ്റെ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്ക് കൂടി സ്റ്റിച്ച് ചെയ്യാനുള്ളൂ. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഔട്ടറും ഇന്നറും കൂടെ ഒരുമിച്ച് വെച്ചാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം കാണിക്കാമെന്ന് കരുതിയത്. ഇതുപോലെ ഇന്നർ എടുത്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ ഔട്ടർ എടുത്ത് വയ്ക്കുക. ഔട്ടർ ഇന്നർ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് നമുക്കൊന്ന് നോക്കാം. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഔട്ടറും എടുത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ടൊന്ന് കൊത്തിട്ട് കൊടുക്കണം. ഔട്ടറിന് ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി 2 ഷോൾഡറിൻ്റെ അവിടെയും. എന്നിട്ട് ഷോൾഡർ നമ്മൾ ഔട്ടർ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഔട്ടറിൽ ഒരു സ്റ്റിച്ചിങ്ങും ഇല്ല. ഈ നെക്കിൻ്റെ സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ. പിന്നെ അരിക് നമ്മൾ ലോക്ക് ചെയ്തും കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഉള്ളിൽ ഔട്ടർ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ചുറ്റിനും ഒന്ന് കൊത്തിട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുക. കൊത്തിട്ട് കൊടുത്തതിന് ശേഷം മറിച്ചിട്ടിട്ട് നമുക്കൊന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ.
പിന്നെ നമുക്ക് സൈഡ് ലോക്ക് ചെയ്തും കൊടുക്കണം. സിക്സാക് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം സൈഡ്. ഈ അബായ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഒരു മക്കനെയും വൈറ്റ് മക്കനെയും ഈ അബായയും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ 600 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പം വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതുപോലെ നമ്മളത് മറിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫുള്ളായിട്ട് മറിച്ചെടുക്കാം. നമ്മൾ നെക്കൊക്കെ മറിച്ചെടുക്കുന്ന തൊട്ട് ഇത് ഫുള്ളായിട്ട് മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചെടുത്തിട്ട് നമുക്കിനി ചുറ്റിനും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അരികത്ത് കൂടി ഒന്ന് ചെറുതായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് നമുക്കൊന്ന് അരികത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അരികത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് സിക്സാക് സ്റ്റിച്ചിങ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ലോക്കിൻ്റെ മെഷീൻ എടുത്ത് വെക്കണം. എംബ്രോയ്ഡറി മെഷീൻ, ലോക്ക് മെഷീൻ നമുക്ക് എടുത്ത് വെക്കാം. അതിനകത്ത് നമുക്കിതുപോലെ ഫുള്ളായിട്ടും ചുറ്റിനും നമുക്കിതുപോലെ ലോക്കിട്ട് കൊടുക്കണം. ഫുള്ളിനും നമ്മളിതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിൻ്റെ അരികെ കൂടി നമ്മൾ ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വൈറ്റ് ബീഡ്സാണ് ഞാനിവിടെ പഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ പഞ്ചിങ് മെഷീനിലാണ് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പഞ്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇത് ഡീറ്റെയിൽ ആയിട്ട് ലൈവായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലൈവിൽ പോയി കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. പിന്നെ ഇതുപോലെ കിട്ടും. നമുക്ക് വളരെ വേഗത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഈ അബായ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു അബായയാണിത്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.